നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാമെന്ന് ഉത്തരവിട്ടിട്ട് ഈ സമയം എത്രമായിട്ട് കടുവയെ കണ്ടുപിടിക്കുന്നതിനോ വെടിവെക്കുന്നതിനോ ഇതുവരെയുള്ള ഒരു ശ്രമവും വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അത് ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ നീതിക്ക് വേണ്ടിയിട്ടാണ് ഇവർ സമരം നടത്തുന്നത്. ഈ സമരം എന്ന് പറയുന്നത് നരഭോജി കടുവയെ വെടിവെക്കുന്നത് വരെ ഇവർ സമരമുഖത്തുണ്ടാവുമെന്ന കാര്യം തർക്കമില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? കാരണം ഇവിടെ തോട്ടം തൊഴിലാളികൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഈ പ്രദേശത്ത് ജനങ്ങൾക്ക്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, ജോലിക്ക് പോകാൻ പറ്റാത്തൊരു ദയനീയമായ അവസ്ഥയാണ് ഇവിടെയുള്ളത്. കാരണം ഈ സമയം ഇന്നലെയാണ് സംഭവം, ഇത്രയും വലിയൊരു ദാരുണമായ സംഭവം ഉണ്ടായില്ലേ. ഈ സമയം എത്രയായിട്ടും വനപാലകർക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടുവ എവിടെയുണ്ട് എന്നൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. മിനിസ്റ്റർ വന്നില്ലേ ഇവിടെ? അല്ല, ഇവിടെ വനവകുപ്പ് അതുപോലെ ഒരു ആദിവാസി വിഭാഗത്തിലെ സഹോദരി കൊല്ലപ്പെട്ടുവിട്ടിട്ട് ഈ സമയം എത്രയായി? എന്നിട്ട് പോലും ഈ ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ് വനവകുപ്പ് മന്ത്രി. അദ്ദേഹം ഈ സംഭവം ഉണ്ടായിട്ട് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഉത്തരവിട്ട് അവിടെ ഇരുന്നാ മതിയോ? ഇവിടെ വന്നിട്ട് എന്താണ് സംഭവം? ജില്ലയുടെ ചാർജുള്ള മന്ത്രിയല്ലേ, ഇവിടെ എന്താണ് സംഭവം നടക്കുന്നതെന്നൊന്ന് എന്താണ് ഇവിടുത്തെ പ്രശ്നമൊന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇതുപോലെ ഇല്ലേ? അതുകൊണ്ടാണ് ഇവരെ പ്രതിഷേധം. അവർ നീതിക്ക് വേണ്ടി ജീവിക്കുക, അവർ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് ഭരണകൂടം സംരക്ഷണം കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ ഇത്ര സമരം ഇരിക്കേണ്ടി വരുന്നത്. നിങ്ങളെ ഒരു ഉത്തരവും വേണ്ട. പ്രതിഷേധം വലിയ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളടക്കം, മുൻമന്ത്രി ജയലക്ഷ്മി അടക്കമുള്ള ആളുകൾ ആ സമരമുഖത്തേക്ക് എത്തിയിരിക്കുന്നു. നാട്ടുകാരുടെ സമരം ഒരു കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാവാതെ പിന്തിരിഞ്ഞു പോകില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. സമരത്തിന്റെ തലം മാറുകയാണ്. കോൺഗ്രസ് സമരത്തിന്റെ ഒരു നേതൃത്വത്തിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ സമര സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, കൂടുതൽ നാട്ടുകാർ വിവിധയിടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് തമ്പടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് കാണാൻ. ഞങ്ങൾക്ക് പണിക്ക് പോകാനുള്ളതാണ്. ഇതിനെ പിടിച്ചിട്ട് ഒരു തീരുമാനമാക്കാതെ ഞങ്ങൾക്ക് പണിക്ക് പോക്ക് നടക്കൂല. അതുകൊണ്ട് ഇതിനെ പിടിക്കുകയും വേണം, അതിനെ കൊന്നിട്ടേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് അതിനെ വിടൂല. ജീവനോടെ ഞങ്ങൾ ഇനി ഒരു കടുവേനെ വിടൂല. ഒരു മനുഷ്യനെ തിന്ന കടുവയെ ഞങ്ങൾ വെറുതെ വിടൂല. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കൊല്ലണം, കൊന്നിട്ടേ കൊണ്ടുപോകാൻ പാടൂ. അല്ലാതെ ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കൂല. പിടിച്ചു കൊല്ലണം. അവർ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും മയക്കുമരുന്ന് വെക്കും, അത് അവർ അപ്പുറത്ത് കൊണ്ടുപോയി. അത് ഞങ്ങൾക്ക് കൊല്ലണം.
അത് കൊല്ലുന്ന വരെ ഞങ്ങൾ പ്രതിഷേധത്തിലുണ്ട്, മുന്നിലുണ്ട്. ഞങ്ങൾ എവിടെയും പോകില്ല. ഇത്രയൊക്കെ ദിവസം